നമ്മുടെ ജീവിതം നോക്കിയാൽ നമ്മൾ സന്തോഷം തേടി നടക്കുമ്പോഴും ഏറ്റവും ആഴമേറിയ ദുഃഖം നമ്മെ വേട്ടയാടുന്നത് കാണാം. അതിന്റെ മൂലകാരണം എന്താണെന്ന് ചിന്തിച്ച ഒരു കാര്യം വ്യക്തമാവും. ഡിറ്റാച്ച്മെന്റ്. നെയിം, ഫെയിം, മണി, റിലേഷൻഷിപ്സ്, ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ്, ഈവൻ അവർ ഓൺ ഐഡന്റിറ്റി. ഇതിലെല്ലാത്തിലും അമിതമായ അറ്റാച്ച്മെന്റ് നമ്മെ ബന്ധത്തിലാക്കുന്നു. ഇന്ന് ഞാൻ ഫിലോസഫിയുടെ പ്രാചീന ജ്ഞാനവും മോഡേൺ സൈക്കോളജിയുടെ സയന്റിഫിക് ഇൻസൈറ്റും ലയിപ്പിച്ച് ഡിറ്റാച്ച്മെന്റ് എന്ന ഒരു കലയെ നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു സിമ്പിൾ മോട്ടിവേഷൻ ടാക്കല്ല, നമ്മുടെ എക്സിസ്റ്റൻഷ്യലിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു എക്സ്പ്ലോറേഷൻ ആണ്. ഫസ്റ്റ്, ഡിറ്റാച്ച്മെന്റിന്റെ സ്വഭാവം മനസ്സിലാക്കാം. ബുദ്ധമതത്തിലെ 4 നോബൽ ട്രൂത്ത്സ് വളരെ ക്ലിയർ ആയി പറയുന്നു. അറ്റാച്ച്മെന്റ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് സഫറിങ്. നമ്മൾ ഏതെങ്കിലും വസ്തുവിനോടോ വ്യക്തിയോടോ ക്ലീൻ ചെയ്യണമോ അത് നഷ്ടപ്പെടുമെന്ന ഭയം നമ്മളെ അസ്വസ്ഥരാക്കണു. ഇവിടെയാണ് ബുദ്ധിസത്തിലെ അനീച്ച, ഇംപെർമനൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, ഒന്നും പെർമനന്റ് അല്ല. നമ്മൾ ഈ സത്യം മനസ്സിലാക്കുമ്പോഴാണ് ദുഃഖം ഉണ്ടാവുന്നത്. ഇതേ ആശയം സ്റ്റോയിക് ഫിലോസഫിയിൽ കാണാം. മാർക്കസ് ഓറലിയസ് തന്റെ മെഡിറ്റേഷൻസ് എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് യു ഹാവ് പവർ ഓവർ യുവർ മൈൻഡ്, നോട്ട് ഔട്ട്സൈഡ് ഈവൻറ്റ്സ്. എപ്പിക്ടീറ്റസ് പറയണത് നമ്മുടെ കൺട്രോളിലുള്ളത് മാത്രം ശ്രദ്ധിക്കുക, ബാക്കി പ്രകൃതിയുടെ ഗതിക്ക് വിട്ടുകൊടുക്കുക എന്നത്. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു പ്രൊമോഷൻ പ്രതീക്ഷിച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണോ, റിസൾട്ട് നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സപ്പോസ് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ഫ്രസ്ട്രേഷൻ, ആങ്കർ, സെൽഫ് ഡൗട്ട് എല്ലാം വരും. പക്ഷെ ഡിറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോസസ്സിനെ വാല്യൂ ചെയ്യും, റിസൾട്ടിനെ അക്സെപ്റ്റ് ചെയ്യും. ഇനി കുറച്ച് സൈക്കോളജിയിലേക്ക് വരാം. അറ്റാച്ച്മെന്റ് തിയറി ബൈ ജോൺ ബാൾബി പറയണത് നമ്മുടെ ഇൻഫ്ലുവൻസിലെ ബന്ധങ്ങളിൽ നിന്ന് ലൈഫ് ലോങ് അറ്റാച്ച്മെന്റ് പാറ്റേൺസ് ഫോം ചെയ്യണം എന്നതാണ് പറഞ്ഞിരിക്കണം. ഇതിൽ 2 അറ്റാച്ച്മെന്റ് ഉണ്ട്. ഒന്ന് ആൻഷ്യസ്, മറ്റൊന്ന് അവോയ്ഡന്റ്. ഈ ആൻഷ്യസ് അറ്റാച്ച്മെന്റ് ഉള്ളവർക്ക് അബാൻഡൻമെന്റ് ഫിയർ ഭയങ്കര ശക്തമായിരിക്കും. ഈ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ഉള്ളവർക്ക് വീണ്ടും ന്യൂ ബന്ധങ്ങളിൽ നിന്ന് ഭയങ്കര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. ഇത് നമുക്ക് മനസ്സിലായാൽ നമ്മുടെ കറന്റ് സ്ട്രഗിൾസിനെ നമ്മൾ കൂടുതൽ കൈലി ഹാൻഡിൽ ചെയ്യും. നിങ്ങൾ കേട്ടുണ്ടോ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി അഥവാ CBT? ഇത് നമുക്കൊരു പവർഫുൾ ടൂൾ തരുന്നു, കോഗ്നേറ്റീവ് റീസ്ട്രക്ചറിങ്. അതായത് നമ്മുടെ ഓട്ടോമാറ്റിക് തോട്ട്സിനെ ഒബ്സർവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടാൽ ഞാൻ ഒന്നുമല്ല എന്ന ചിന്ത വരുമ്പോൾ അതൊന്ന് ചാലഞ്ച് ചെയ്യുക. അതായത് ഞാൻ ഒരു കംപ്ലീറ്റ് പേഴ്സൺ ആണ്, ഒരു ബന്ധം എന്റെ വാല്യൂ ഡിഫൈൻ ചെയ്യുന്നില്ല എന്ന ട്രൂത്ത് വന്നിട്ട് നമ്മൾ ഓർക്കുക. എന്നാൽ ഡിറ്റാച്ച്മെന്റ് എന്നത് കോളായി ഇൻഡിഫറൻസ് അല്ല. ഗീതകളിലെ കൃഷ്ണ അർജുന സംബന്ധം ഇവിടെ വളരെ റെലവെന്റ് ആണ്. കൃഷ്ണൻ പറയണോ, നീ കടമ നിറവേറ്റുക, സ്നേഹത്തോടെ പ്രവർത്തിക്കുക, പക്ഷെ ഫലത്തിന്റെ അടിമയാകരുത്. ഇതൊരു ബാലൻസ് ആണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാൻ മനസ്സിലാവും. നിങ്ങൾക്ക് ഭാര്യയോടോ കുട്ടികളോടോ ജോലിയിലോടോ ഡീപ്പ് ലവ് ഉണ്ടാകാം, പക്ഷെ ആ ലവ് നിങ്ങളുടെ മെന്റൽ പീസിന്റെ സിംഗിൾ സോഴ്സ് ആകരുത്. അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റഡ് തെറാപ്പി, ACT. ഈ ആശയത്തെ ഞാൻ മോഡേൺ രീതിയിൽ പ്രസന്റ് ചെയ്യാം. ഡിഫ്യൂഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മുടെ തോട്ട്സിനോട് ഡിസ്റ്റൻസ് സൃഷ്ടിക്കുക. എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഫെയിലർ ആണ് എന്ന് തോട്ട് വരുമ്പോൾ ഞാൻ ഫെയിലർ എന്ന് ചിന്തിക്കുന്നു എന്ന് ഒബ്സർവ് ചെയ്യുക. ഇത് നമ്മെ തോട്ട്സിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. നമുക്ക് തോട്ട്സ് വരുമ്പോൾ അവയെ ജഡ്ജ് ചെയ്യാതെ കടന്നു പോകാൻ അനുവദിക്കുക. നെക്സ്റ്റ്, ഓരോ ദിവസവും ഒരു കാര്യം ഓർക്കുക, ഇത് എപ്പോഴും ഉണ്ടായില്ല. ഒരു പ്രിയപ്പെട്ട ഒബ്ജക്റ്റ് ഓർ റിലേഷൻഷിപ്പ്, നമ്മുടെ ഓൺ ബോഡി എല്ലാം ടെമ്പററി ആണ്. നെക്സ്റ്റ് വൺ, നിങ്ങൾ എപ്പോഴെങ്കിലും ഫെയിലർ ആകുമ്പോൾ സ്വയം കുറ്റപ്പെടുത്താതെ ഒന്ന് ഓർക്കുക, എല്ലാ മനുഷ്യരും തെറ്റിങ്ങനോ, ഞാനും ഒരു മനുഷ്യനാണ്. ഇത് മറക്കാതെ ഓർത്തേക്ക്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂറൽ പാത്വേ മാറും. അതായത് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി പ്രകാരം റിപ്പീറ്റഡ് പ്രാക്ടീസ് നമ്മുടെ ഡിഫാൾട്ട് റെസ്പോൺസ് മാറ്റണം. Okay, fine. I'm Roy signing off, and this was just my stupid thoughts.